പറയും. ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് കാനഡയിൽ എത്തിയിരിക്കുകയാണ്. കാനഡയിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാനഡയിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റും റീയൂസബിൾ വേസ്റ്റും എല്ലാ ഭവനങ്ങളിലും ഒരു 2 ഡബ്ബ് വന്നിട്ടുണ്ട്. ഇത് കിച്ചൺ വേസ്റ്റ് ഇടുന്ന ഒരു ഡബ്ബയാണ്. ഇത് റീയൂസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്ന ഡബ്ബയാണ്. ഇത് രണ്ടും ഓരോ ആഴ്ചയിൽ ഒരു പർട്ടിക്കുലർ ദിവസം എടുത്ത് വീടിൻ്റെ ഭവനത്തിൽ കൊണ്ടുവെക്കണം. അവർ വാഹനങ്ങളിൽ നിന്ന് വന്ന് കളക്ട് ചെയ്യുന്ന പേര് സ്കൂൾ ബോയ്. ഇത് ആ ബാക്ക് യാർഡിൽ നിന്ന് പുറത്തോട്ട് കളിക്കുന്ന അവസരത്തിൽ കുഞ്ഞിനെ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഫെൻസിങ് ആണ്. ബാക്ക് യാർഡിലോട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് പുറത്തുനിന്നും പ്രവേശിക്കാവുന്നതാണ്. ഇത് ഉദ്ദേശം ഒരു 4 സെന്റ് സ്ഥലത്തോളം, നമ്മുടെ നാട്ടിലെ ഒരു 4 സെന്റ് സ്ഥലത്തോളം ഒരേ നിരപ്പിൽ ഉള്ള ഒരു പുൽ തകിടി ആണ്. ഏറെക്കുറെ നമ്മുടെ നാട്ടിലെ കൊടങ്ങലിന് സമാനമായ ചെടിയാണുള്ളത്. പക്ഷേ കൊടങ്ങലിനേക്കാൾ അല്പം മണം ഉള്ള ഒരു തരം പുല്ലാണ് ഈ കാണുന്നത്. സമനിരപ്പിൽ അവരത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓടിക്കളിക്കാനും ഒക്കെ വളരെ സൗകര്യമുണ്ട്. മറ്റേ കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. 4 വശവും തടിയുടെ തന്നെ ഫെൻസിങ് ആണുള്ളത്. മറ്റേ വശത്തും തടിയുടെ ഫെൻസിങ് ആണുള്ളത്. അവിടെ ഒരു ചെറിയ റൂം കാണും. സൈക്കിള്, കൊച്ചു കുഞ്ഞുങ്ങളുടെ ടോയ്സ് ഇതൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യമാണ്. വേണമെങ്കിൽ അത് ഇവിടെ അത്യാവശ്യം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നടാൻ വേണ്ടിയുള്ള 2 പെട്ടിയാണ്. ഇപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഒന്നുമില്ല. ഇതിൽ നല്ല വളക്കൂറുള്ള മണ്ണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നടാൻ നമുക്ക് സഹായകമായി ഉപയോഗിക്കാം. ഇതിൻ്റെ പുറകുവശം അല്പം കാട് പിടിച്ച് കിടക്കുകയാണ്. എങ്കിലും ഒരു ആപ്പിൾ മരവും വളരെ കൗതുകകരമായിട്ടുള്ള ആപ്പിൾ. ഇത് നിൽക്കുന്നത് മേപ്പിൾ മരമാണ്. പെട്ടെന്ന് സീസണായിട്ട് നിറം മാറുന്ന ഭംഗിയുള്ള ഇലകൾ വരുന്ന മേപ്പിൾ മരമാണ് ഈ കാണുന്നത്. കാനഡയുടെ ഫ്ലാഗിൽ ഈ മേപ്പിൾ ട്രീയുടെ ഇലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാനഡയുടെ ഫ്ലാഗിലും അവരുടെ എംബ്ലമാണ് ഈ മേപ്പിൾ ട്രീയുടെ ഇല. കാലാവസ്ഥയിലെ എല്ലാ ചെടികളും നല്ല മനോഹരമായിട്ട് പൂത്തു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ വളർത്താത്ത ചെടികൾ പോലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. അത്തരമൊരു ചെറിയ പൂക്കളമാണ് ഈ കാണുന്നത്. നാട്ടിലെ ലില്ലിപ്പൂവാണ്. നിരനിരയായിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സൈഡിലൊക്കെയുള്ള ചെറിയ പൂക്കൾ കാട്ടുപൂക്കളായിരിക്കാം, പക്ഷെ നല്ല നിരനിരയായി പൂത്തു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയും സൗന്ദര്യവും